Everyone. ഗുഡ് ഈവനിങ്. ഓക്കെ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഗുഡ് ഈവനിങ് മിസ്. ഓക്കെ. ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ 15 ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് അല്ലേ? അപ്പോൾ നമുക്ക് ഇനി 16-ാമത്തെയും 17-ാമത്തെയും ചാപ്റ്റർ ഇല്ല കേട്ടോ. ഓക്കെ, 16-17 ചാപ്റ്റേഴ്സ് ഇല്ല. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 18-ാമത്തെ ചാപ്റ്ററാണ്. അതായത് മനോരോഗങ്ങളെക്കുറിച്ച്. നമ്മൾ സ്വാഭാവികമായിട്ടും സൈക്കോളജിസ്റ്റുകളാണല്ലേ. സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ എന്തിനെക്കുറിച്ചാണ് സ്വാഭാവികമായിട്ടും പറയുക, അല്ലെങ്കിൽ അത് നമ്മൾ എന്തുമാണ് പഠിക്കുന്നത്, നമ്മൾ മനസ്സിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾ 18-ാമത്തെ ചാപ്റ്ററിൽ ഇനിയിപ്പം 10ാം ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു സൈക്കോളജിയിൽ മനോരോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ ഡിഗ്രിയൊക്കെ സൈക്കോളജിയൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ സൈക്കോളജിസ്റ്റുകളൊക്കെ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അങ്ങനെ ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ മനോരോഗങ്ങളെക്കുറിച്ച്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ മനോരോഗങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 18-ാമത്തെ ചാപ്റ്റർ എടുത്തോളാം. അതിൻ്റെ അകത്ത് മനോരോഗങ്ങൾ അല്ലെങ്കിൽ അവയുടെ ചികിത്സയെ കുറിച്ചാണ് നമ്മൾ പറയാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ പറയുന്നത്, മനോരോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഭ്രാന്ത്, അല്ലെങ്കിൽ എന്താണ്, ഒരു മെൻ്റൽ ഡിസ്റ്റർബൻസ് എന്നുള്ളത് ഓർത്താൽ മതി. അല്ലാതെ ഭ്രാന്ത് അല്ലെങ്കിൽ വട്ടം അങ്ങനെ ആ രീതിയിലൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഇപ്പോൾ മനോരോഗങ്ങളിൽ ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെയുണ്ട്. ഈ സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം, വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇതൊക്കെ മാനസികമായിട്ടുള്ള രോഗങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങൾ തന്നെയാണ്. അതായത് സമ്മർദ്ദം ഉണ്ടാവുക, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. അതെല്ലാം നമുക്ക് വേണമെങ്കിൽ എന്താണ്, ഈ ഒരു രീതിയിൽ കൗൺസിലിങ്ങിലൂടെ മാറ്റാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ചില രീതിയിൽ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു സമ്മർദ്ദത്തെ, അതുപോലെയുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ വളരെ ഉയർന്ന രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഉയർന്ന രീതിയിലുള്ള കൗൺസിലിങ്ങും അതുപോലെയുള്ള കൃത്യമായിട്ട് ഉള്ള ടാബ്ലറ്റ്സും, അല്ലെങ്കിൽ അതിനുള്ള ചികിത്സാ രീതികളൊക്കെ വേറെ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു മരുന്നുകൾ ആ രീതിയിലല്ല പോകുക. അത് സൈക്കാട്രിസ്റ്റുകളാണ് അങ്ങനെ പോകുന്നത്. നമ്മൾ സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിങ്ങിലൂടെയും അങ്ങനെയുള്ള തെറാപ്പികളിലൂടെയൊക്കെയാണ് നമ്മൾ പരമാവധി ആളുകളുടെ രോഗങ്ങൾ ഭേദമാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സമ്മർദ്ദങ്ങൾ എങ്ങനെ മാനസിക രോഗത്തെ ബാധിക്കുന്നു എന്നാണ്, മാനസികാരോഗ്യത്തെ ബാധിക്കുന്നു എന്നാണ് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ലോകത്ത് സമ്മർദ്ദങ്ങൾ സാധാരണമാണ്. നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, ജോലിയിൽ ഒരുപാട് പ്രഷർ ഉണ്ടാവും അല്ലേ. ഇന്ന സമയത്ത് ജോലി തീർക്കണം, അതുപോലെ തന്നെ ഒത്തിരി ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. അതുപോലെ ഇപ്പം പഠിപ്പിക്കുന്നവരാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് പഠിക്കണം, അവർ നല്ല മാർക്ക് വാങ്ങിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സമ്മർദ്ദത്തിൽ ഉൾപ്പെടും. ഒരു പഠിക്കുന്ന ആൾക്കാണെങ്കിലും, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്കാണെങ്കിലും, ഒരു അധ്യാപകനാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും അവർക്കെല്ലാം ഒരു സ്ട്രെസ് ഉണ്ടാവും അല്ലേ, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഓവർ സ്ട്രെസ് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ എടുക്കണം. കാരണം ഒരു ഓവർ സ്ട്രെസ് നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ, അല്ലെങ്കിൽ ഒരു ജീവിത ക്രമത്തെ തന്നെ ഇല്ലാതെയാക്കും. കാരണം ഭയങ്കരമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിൽ അത് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ വിഷയിക്കും, നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ തന്നെ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്നത്തെ ലോകത്ത് സമ്മർദ്ദങ്ങളെല്ലാം ഒരു മനുഷ്യന്റെ സർവ്വസാധാരണമായ അനുഭവമാണ്. ഇതിന് ശാരീരികവും മാനസികവുമായ പ്രതികരണ സവിശേഷതകളുണ്ട്. സമ്മർദ്ദം എന്ന വാക്ക് ആദ്യമെല്ലാം ശാരീരികമായി പ്രതികരിക്കുന്നതിന് മാത്രമാണ് ഊന്നൽ നൽകുന്നത്. ഹാൻസ് സെലസ് എന്ന വ്യക്തിയാണ് ഒല എന്ന പദം രൂപീകരിച്ചത്. സമ്മർദ്ദം എന്നാൽ ഏതെങ്കിലും ഒരാവശ്യഘട്ടം വരുമ്പോൾ ശരീരത്തിന് പ്രത്യേക തരത്തിലല്ലാത്ത പ്രതികരണമാണ്. ഹാൻസ് സെലസിന്റെ നിർവചനം മനഃശാസ്ത്രപരമായ അടിസ്ഥാനം ഉണ്ടാവുകയും അത് അർത്ഥഗ്രന്ഥി സ്രവങ്ങളുടെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്നു. നമുക്ക് സ്ട്രെസ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കൈ വിറയ്ക്കുക, നെഞ്ചിടിപ്പ് കൂടുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സ്കൂളിൽ ടീച്ചർ, നമ്മൾ രാവിലെ നോർമലായിട്ട് നമ്മൾ സ്കൂളിലേക്ക് വന്നു, അപ്പോഴാണ് സഡനായിട്ട് ഒരു എക്സാം ഇടുക എന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ നന്നായിട്ട് എഴുതാത്തൊരു എക്സാമിൻ്റെ മാർക്ക് ടീച്ചർ കൊടുക്കുകയാണ്. ടീച്ചർ കൊടുത്തിട്ട് തീരെ മാർക്കുള്ളവരെയൊക്കെ എഴുന്നേപ്പിച്ച് നിർത്തുകയാണ്, വഴക്ക് പറയാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂടുമല്ലേ, നമുക്ക് നെഞ്ചിടിപ്പൊക്കെ ഭയങ്കരമായിട്ട് കൂടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സ്ട്രെസ്സ് വർദ്ധിക്കുന്നതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ.
അപ്പോൾ സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാധാരണമായിട്ട് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സ്ട്രെസ്സായിട്ട് പറയാം. നമ്മുടെ സാധാരണമായി നെഞ്ചിടിക്കുന്നതിൽ നിന്നും കൂടുതലായിട്ട് ഒരു സ്ട്രെസ്സിൻ്റെ സമയത്ത് ഇടിക്കുമല്ലേ, പടപടപടാന്ന് ഇടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതെല്ലാമാണ് സ്ട്രെസ്സായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വായിക്കാൻ പറ്റും. ഇനി സമ്മർദ്ദങ്ങളെ വിലയിരുത്തുന്നതിന് ഏറ്റവും ആധുനികമായ രീതിയിൽ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുകയും അതോടൊപ്പം ഒരു വ്യക്തി സമ്മർദ്ദം നേടാനായി എത്രത്തോളം കഴിവുണ്ടെന്ന് വിശകലനം ചെയ്യുന്നതുമാണ്. ഓരോ വ്യക്തികൾക്കും സമ്മർദ്ദം നേടാനുള്ള കഴിവുകൾ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ചിലപ്പോൾ ഒരാൾക്ക് നല്ല രീതിയിൽ സ്ട്രെസ്സിനെയും അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, അല്ലെ, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ചില ആളുകൾക്ക് വളരെ കുറവായിരിക്കും. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതുപോലെ സാഹചര്യങ്ങളെ നാം നേരിടുന്ന കഴിവിനെ വിശകലനം ചെയ്യുന്ന പരസ്പരബന്ധമായ പ്രക്രിയ ഒരു വ്യക്തിയുടെ പരിസ്ഥിതിയുമായുള്ള ബന്ധവും അതുമായുള്ള പൊരുത്തപ്പെടലിനെ നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. പൊരുത്തപ്പെടൽ എന്ന പ്രക്രിയയിലൂടെ ആളുകൾ അവരുടെ പരിസ്ഥിതി നിയന്ത്രിക്കുകയും അതുവഴി പരമാവധി ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമം നിലനിർത്തുകയും ചെയ്യുന്നു. ഇനി സമ്മർദ്ദം ഉണ്ടാക്കുന്ന വസ്തുവിനെ കുറിച്ചാണ് പറയട്ടെ. സമ്മർദ്ദം ഉണ്ടാക്കുന്ന വസ്തു സ്ട്രെസ്സർ എന്ന് പറയും. നിങ്ങളിപ്പോൾ സമ്മർദ്ദം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു വ്യക്തി സമ്മർദ്ദം ഏത് വസ്തുവാണ് അല്ലെങ്കിൽ സാഹചര്യമാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രകൃതിയിലുള്ള ഒരു വസ്തുവോ സംഭവമോ അതിന് ഒരു വ്യക്തിയിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന കഴിവുണ്ടെങ്കിൽ അതിനെ സ്ട്രെസ്സർ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഒരുപാട് ചുമതലകൾ ഏൽപ്പിക്കുന്നത്, ഭൂകമ്പം കൊണ്ടുണ്ടാകുന്ന അത്യാഹിതം എന്നിവ സമ്മർദ്ദമുണ്ടാകുന്ന വസ്തുക്കളെ താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന വസ്തുവാണ് സ്ട്രെസ്സർ, അല്ലെ. സ്ട്രെസ്സർ എന്ന് പറയും സമ്മർദ്ദം ഉണ്ടാക്കുന്ന വസ്തു. ഒരു പക്ഷേ ചില കുട്ടികൾക്ക് അച്ഛനോ അമ്മയോ ആയിരിക്കും അല്ലേ സ്ട്രെസ്സർ. ചില ആളുകൾക്ക് ടീച്ചേഴ്സ് ആയിരിക്കും സ്ട്രെസ്സർ. കാരണം എന്താണ്, സ്ട്രെസ് കൂട്ടുന്ന ആളുകൾ എന്ന് പറയുന്ന ഇവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ സ്ട്രെസ്സർ എന്ന് പറയാം. അപ്പോൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും മാറ്റങ്ങളും ഒക്കെ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാറുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കിയുള്ള സംഭവങ്ങളും മാറ്റങ്ങളും, ഉദാഹരണത്തിന് വിവാഹം, ജോലി നിന്നുള്ള വിരമിക്കൽ, വിവാഹമോചനം എന്നിവയെല്ലാം നമ്മളിൽ സ്ട്രെസ്സർ ആകാനുള്ള സാധ്യതയുണ്ട്, അല്ലേ. അതായത് സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മൾ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ആപത്തുകൾ, വിപത്തുകൾ ഒക്കെ നമ്മുടെ ജീവിതം താറുമാറാക്കുന്ന കാരണമാകും, അല്ലേ. സ്ട്രെസ് ഉണ്ടാകുന്നതിന് കാരണമാകും. ഒന്നാമത്തെ കാര്യം വിവാഹം. അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്ന് നമ്മൾ ജീവിക്കുമ്പോൾ വളരെയധികം സുഖത്തോടും സൗകര്യത്തോടെയൊക്കെ ജീവിക്കുമ്പോൾ പെട്ടെന്ന് വിവാഹം കഴിച്ച് വേറൊരു കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ വിവാഹം കഴിച്ച് ഒരു സ്ത്രീയെ കുടുംബത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുണ്ടാവുന്ന ഒരു ചില ബുദ്ധിമുട്ടുകൾ, വേറൊരാളും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തേണ്ടി വരും, അല്ലേ. അതുകൊണ്ടുണ്ടാകുന്ന ചില സ്ട്രെസ്സ് കാര്യങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ വിവാഹമോചനം, അല്ലെങ്കിൽ നമ്മൾ വിവാഹബന്ധം ഏർപ്പെടുത്തുകയാണ്, ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ഇനി മുതലില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മൾ ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ നിന്നുള്ള വിരമിക്കൽ. ഇത്രയും നാൾ ആക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക്, ജോലി ഇഷ്ടമുള്ള ആൾക്കാണ് കേട്ടോ, അങ്ങനെയുള്ള ഇഷ്ടമുള്ള ആളുകൾക്ക് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യചിഹ്നമായിട്ട് അയാളുടെ ലൈഫ് നിൽക്കും, അല്ലേ. ഇനിയിപ്പോൾ പെൻഷനൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇനി ഒരു കുടുംബത്തെ പോറ്റാനായിട്ട് എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്ട്രെസ്സായിട്ടുണ്ടാവും. ഓക്കെ, അതെല്ലാമാണ് ഇവിടെ പറയുന്നത്. ഇനി നിത്യപ്രശ്നം അല്ലെങ്കിൽ പ്രയാസത്തെക്കുറിച്ചാണ് പറയാം. അതും സ്ട്രെസ്സർ ആകാനുള്ള അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട്. ഇത്തരം പ്രയാസങ്ങൾ നമുക്ക് ദേഷ്യം ഉളവാക്കുന്ന, വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിത്യജീവിതത്തിൽ ഉണ്ടാവുന്നതുമാണ്. ഉദാഹരണത്തിന് സാധനങ്ങൾ കാണാതാവുക, സ്ഥാനം തെറ്റുക, അവസാന തീയതികൾ, ട്രാഫിക് ബ്ലോക്കിൽ പെടുക, ക്യൂവിൽ കാത്തു നിൽക്കുക എന്നിവ പ്രയാസമേറിയ ജീവിത സാഹചര്യം. ഉദാഹരണത്തിന് പ്രശ്നങ്ങളുള്ള വിവാഹ ജീവിതം, അംഗവൈകല്യമുള്ള കുട്ടി, ദാരിദ്ര്യം എന്നിവയെല്ലാം എന്താണ്, നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിന് കാരണമാകുന്ന ചില കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച് ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ സ്കൂട്ടറിൻ്റെ ചാവി കാണുന്നില്ല, അല്ലെങ്കിൽ ബൈക്കിൻ്റെ ചാവി കാണുന്നില്ല, ഭയങ്കര സ്ട്രെസ്സാണല്ലേ. സമയവും വൈകി, ആകെ തിരക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേനും ആകെ ടെൻഷനാവും, നോക്കുന്നിടത്തൊന്നും കാണുകയില്ല, ആകെ ഒരു സ്ട്രെസ്സാവും, അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന സാധനം അവിടെ നിന്ന് കാണാതാവുക, അതുപോലെ തന്നെ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട അവസാന തീയതി, അതുപോലെ തന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അവസാന തീയതി എത്തുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ പൈസ, അങ്ങനെയുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യമായിട്ട് സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേനും ബ്ലോക്കിൽ അകപ്പെടുക, അതൊക്കെ നമുക്ക് സ്ട്രെസ്സിന് കാരണമാകാറുണ്ട്. പിന്നെ പ്രശ്നങ്ങളുള്ള വിവാഹ ജീവിതവും, അംഗവൈകല്യമുള്ള മക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മക്കളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ സ്ട്രെസ്സാവും, അല്ലേ. കുട്ടികളെ കൊണ്ട് തോറ്റു പോകുന്നുള്ള രീതിയിൽ നമ്മൾ
സംസാരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, സ്ട്രെസ്സിന് കാരണമാകും. അതുപോലെ തന്നെ ദാരിദ്ര്യം, ഇതൊക്കെ സ്ട്രെസ്സിന് കാരണമാകുന്ന ഘടകങ്ങളാണ്. ഇനി ട്രോമ എന്നതും വളരെ പ്രത്യേകമായിട്ടുള്ള സ്ട്രെസ്സിന് കാരണമാകുന്ന ഒന്നിനെയാണ്. അത് പ്രതീക്ഷിക്കാത്തതും ഭയാനകവും മനസ്സിനെ വല്ലാതെ അലട്ടുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ബോംബ് സ്ഫോടനം, അണുവിസ്ഫോടനം, അതുപോലെ തന്നെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ വേർപാട് എന്നിവ. ഇതൊക്കെ ഒരു ട്രോമയാണ് അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയാവുക, ഇതെല്ലാം നമ്മൾ ട്രോമയായിട്ട് നിലനിൽക്കാറുണ്ട്. ഇതും സ്ട്രെസ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനോടുള്ള സാധാരണയായ പ്രതികരണം. നമ്മുടെ പ്രതികരണങ്ങൾ പലതരത്തിലുള്ളതാകാം. ചെറിയ തരത്തിലുള്ള ബാധിക്കാം മുതൽ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരെ പ്രതികരണങ്ങളെ പലതായിട്ട് നമുക്ക് വിഭജിക്കാം. പെരുമാറ്റപരമായ പ്രതികരണങ്ങളുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനുമായിട്ടൊന്ന് പൊരുത്തപ്പെടുക, പല രീതിയിൽ നമ്മൾ അതിനുവേണ്ടി പ്രയോഗിക്കും അല്ലേ. ഒന്ന് പെരുമാറ്റപരമായ പ്രതികരണങ്ങളാണ്. നമ്മൾ മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുക, ഉറക്കത്തിൻ്റെ തടസ്സങ്ങളൊക്കെ ഇന്ന് പ്രതിരോധ മാർഗങ്ങളായിട്ട് ചിലപ്പം സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉറങ്ങാൻ സാധിക്കാതെ വരും. പരിഭ്രാന്തി, മുൻഷുണ്ടി, ദേഷ്യം അല്ലെ. ദേഷ്യമൊക്കെ ചിലപ്പോൾ അച്ഛന്മാരൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തൊട്ടയും പിടിച്ചതിനൊക്കെ ദേഷ്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് ദേഷ്യം ഉണ്ടാവും. സംസാര വൈകല്യം അല്ലെങ്കിൽ ശബ്ദം വിറയ്ക്കൽ, ഉൾപ്രേരണ നിർബന്ധ പെരുമാറ്റം, ബന്ധങ്ങളിൽ അകൽച്ച കാണിക്കൽ, ഇതൊക്കെ എന്താണ്, ഇടയ്ക്കിടെ കരയുക, ഇതെല്ലാം നമ്മുടെ ഈ ഒരു പെരുമാറ്റപരമായ പ്രതികരണങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നമുക്ക് വെറുതെ കരച്ചിൽ വരും, ചിലപ്പോൾ ദേഷ്യം വരിക, അതുപോലെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉറക്കത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, അതുപോലെ സംസാരത്തിനുള്ള വൈകല്യം, അതുപോലെ മദ്യമയക്കുമരുന്ന് എന്നിവയെല്ലാം ഉപയോഗിക്കാം. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ, നമ്മുടെ പ്രശ്നം അവിടെ തന്നെ നിൽക്കും. അതേസമയം മറ്റൊരു കുറേ പ്രശ്നങ്ങളോട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമുക്കൊരു സ്ട്രെസ് മറക്കാനായിട്ട് നമ്മൾ മദ്യമയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പ്രശ്നമായിട്ട് അത് മാറും. അടുത്തത് വികാരപരമായ പ്രതികരണത്തെക്കുറിച്ചാണ് പറയുക കേട്ടോ. ഉത്കണ്ഠ, ദേഷ്യം, നാണക്കേട്, ഇതെല്ലാം വികാരപരമായ പ്രതികരണമാണ്. അതുപോലെ തന്നെ ബുദ്ധിപരമായ പ്രതികരണങ്ങൾ, സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാക്കുകൾ, അവനവനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുമുള്ള അശുഭ പ്രതീക്ഷ, ബുദ്ധിവൈകൃതം, ഇതെല്ലാം ബുദ്ധിപരമായ പ്രതികരണങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊന്നും ശരിയാവുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട് അല്ലേ. വികാരപരമായ പ്രതികരണം ഉണ്ടാവാറുണ്ട് അല്ലേ. ദേഷ്യം ഉണ്ടാവുക, വിഷാദം ഉണ്ടാവുക, കുറ്റബോധം ഉണ്ടാവുക, അസൂയ ഉണ്ടാവുക, ഇതെല്ലാം നമ്മുടെ വികാരപരമായ പ്രതികരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പല രീതിയിലാണ് സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുന്നത്. ആ പ്രതികരിക്കുന്ന രീതികളെക്കുറിച്ചാണ് പറയാം. ചില ആളുകൾക്ക് സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ നിസ്സഹായതയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെ മുറിവുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ ഓരോ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഓക്കെ. അതുപോലെ നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനെ പല രീതിയിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനെ പല രീതിയിൽ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കാറുണ്ട്. അതായത് സാധാരണ ഒരു വ്യക്തിക്ക് മാനസിക സംഘർഷം ഉണ്ടാകുന്നത് ഇച്ഛാഭംഗത്തിന്റെ തീവ്രത കാരണമാണ് അല്ലെ. ഇച്ഛാഭംഗം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു അത് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സമ്മർദ്ദം ഉണ്ടാകും. അപ്പോൾ ഇതുപോലെയുള്ള സമ്മർദ്ദങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റേണ്ടി തന്നെ ഇരിക്കും അല്ലേ. കാരണം അത് എടുത്തു മാറ്റാതെ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അത് ഒരു വലിയ മുറിവായിട്ട് തന്നെ മാറും അല്ലേ. അതേസമയം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ തുറന്ന് പറയുമോ അല്ലെങ്കിൽ അപ്പം തന്നെ അതിനൊരു പരിഹാരം കാണുകയോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. മനുഷ്യർ സാധാരണയായി 3 തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളെ നേരിടാറുണ്ട്. മനുഷ്യർ സാധാരണയായി 3 തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്നാമത്തേത് അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. സമീപന കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷം എന്ന് പറയും. ഇത്തരത്തിലുള്ള സംഘർഷം ഒരേ തരത്തിൽ അഭികാമ്യമായ 2 ലക്ഷ്യങ്ങൾ തമ്മിൽ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് നേരിടുന്നത്. 2 ലക്ഷ്യവും അഭികാമ്യമാണ്. ഇത്തരത്തിലെ സംഘർഷങ്ങൾക്ക് ഉദാഹരണത്തിന് 2 കല്യാണ വിരുന്നുകൾ ഒരേ ദിവസത്തിൽ വരുന്നത്. ഇത് ഒരു സംഘർഷത്തിന് കാരണമാവില്ലേ. നമുക്ക് കുറച്ച് നേരം ഇന്ന് ഇങ്ങനെ ആലോചിക്കേണ്ടി വരും. അയ്യോ, എനിക്ക് 2 കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്, 2 അടിപൊളി കല്യാണങ്ങളാണ്, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 2 മിസ് ചെയ്യാൻ തോന്നും, 2 അടുത്ത ബന്ധുക്കളാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലേ. അയ്യോ, ആകെ ഒരു മനപ്രയാസം, അതിന് പോകണോ ഇതിന് പോകണോ എന്നൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇതെന്താണ്, അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് സമീപന സംഘർഷമാണ്. നമുക്ക് രണ്ടും താല്പര്യമുണ്ടായിരിക്കും, പക്ഷേ രണ്ടിനും പോകാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. ഒരേ സമയം നമുക്ക് 2 സ്ഥലത്ത് എത്താനായിട്ട് പറ്റില്ല അല്ലേ. കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരുമാണ് കല്യാണമെങ്കിൽ, അല്ലെങ്കിൽ കോഴിക്കോടും അല്ലെങ്കിൽ തിരുവനന്തപുരത്തുമാണ് കല്യാണമെങ്കിലൊക്കെ നമുക്ക് ഭയങ്കര പാടായിരിക്കും എത്തിപ്പെടാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു സമീപന സംഘർഷത്തിൽ ഉണ്ടാവാറുണ്ട്. അടുത്തൊരു സംഘർഷം എന്ന് പറഞ്ഞാൽ അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ആണ്.
അതായത് ഇതൊന്ന് അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയാം അല്ലേ. അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ ഒഴിവാക്കുന്ന സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ അവോയ്ഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അഭികാമ്യമല്ലാത്ത രണ്ട് ലക്ഷ്യങ്ങൾ തമ്മിൽ തിരഞ്ഞെടുക്ക് വരുമ്പോഴാണ് ഇത്തരത്തിൽ മാനസിക സംഘർഷം ഉണ്ടാകുന്നത്. ഓക്കെ. ചെകുത്താനും കടലിനും ഇടയിൽ പെടുക എന്നതിനോട് ഇത്തരം സംഘർഷത്തെ ഉപമിക്കാനാവുന്നതാണ്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസം കുറവായൊരു ചെറുപ്പക്കാരന് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ കുറഞ്ഞ വേതനമുള്ള താല്പര്യമില്ലാത്ത തൊഴിൽ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതായി വരുന്നു. ഇത്തരത്തിലെ സംഘർഷം പൊരുത്തപ്പെടാനാവാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, അത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആശ്വാസം നൽകുന്നതിനേക്കാളും ഇച്ഛാഭംഗമാണ് ഉണ്ടാക്കുന്നത്. കാരണം അവോയ്ഡൻസ് പറഞ്ഞാൽ നമുക്ക് രണ്ടും താല്പര്യമില്ല, രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, രണ്ടും താല്പര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരാൾക്ക് ഒരു ജോലി കിട്ടുകയാണ്, പക്ഷെ ഒരു കുറഞ്ഞ ശമ്പളമാണ് കിട്ടുക, അതുപോലെ തന്നെ താല്പര്യമില്ലാത്ത ജോലിയായിരിക്കും. അപ്പോൾ അയാൾക്ക് ആ ജോലിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ ഇരിക്കുന്നതായിരിക്കും എന്ന് തോന്നും അല്ലെ. ഒന്നെങ്കിൽ അയാൾക്ക് രണ്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്, വീട്ടിൽ വെറുതെ ഇരിക്കാനും താല്പര്യമില്ലാത്ത അതും കുറഞ്ഞ ശമ്പളമുള്ള ജോലിക്ക് പോകാനും ഇഷ്ടമല്ല. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെയ്യേണ്ടി വരും അല്ലെ. കാരണം ഒന്നാമത്തെ കാര്യം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മൾ രണ്ട് കാര്യങ്ങളും നമുക്ക് പാടുള്ളതാണ് അല്ലേ. ഒന്ന്, തൊഴിലില്ലാതെ ഇരിക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ ഒരു കുറഞ്ഞ ജോലിക്ക്, കുറഞ്ഞ വേതനത്തിന് അല്ലെങ്കിൽ കുറഞ്ഞ ശമ്പളത്തിന് വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും ഭയങ്കര ഇച്ഛാഭംഗം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന അവസാനത്തെ ഒരു സംഘർഷമാണ്. ഒരു ലക്ഷ്യത്തെ തന്നെ സമീപിക്കുകയും ത്യജിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷാവസ്ഥയാണിത്. ഉദാഹരണത്തിന്, സാമൂഹികവും സാമ്പത്തികമായ ഭദ്രതയും മുൻനിർത്തി ഒരു വ്യക്തിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടാകുമ്പോൾ തന്നെ അത് കാരണം നേടേണ്ടി വരുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും അതിൽ നിന്ന് വിട്ടുമാറാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ. ഇത്തരത്തിലെ സംഘർഷം പരിഹരിക്കുന്നത് ശ്രേഷ്ഠത്തിന് നല്ലത് മോശമായ അവസ്ഥകളെ ഒരുപോലെ സ്വീകരിച്ചുകൊണ്ടാണ്. ഈ സംഘർഷത്തെ കൂടിക്കലർന്ന അനുഗ്രഹം എന്നും വിശേഷിപ്പിക്കുന്നതാണ്. കാരണം ഇത്തരം മാർഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ അതേ കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇവിടെ കല്യാണമാണ് പറഞ്ഞിരിക്കുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സുരക്ഷിതത്വം അല്ലെങ്കിൽ നമുക്കൊരു ജീവിത പങ്കാളി എന്നൊരു കോൺസെപ്റ്റിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളത് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടായില്ല, നമ്മൾ വെറുതെ നടക്കാനായിട്ട് സാധിക്കില്ല. ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതെയാവും. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വേറെ ഉദാഹരണമാണ്, നമ്മളിപ്പം വിദേശത്തേക്ക് അല്ലെങ്കിൽ ജോലിക്ക്, നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലിയാണ്, നല്ല ശമ്പളമുള്ള ജോലിയാണ്, പക്ഷേ വിദേശത്താണ് ചെയ്യേണ്ടത്. വിദേശത്തുള്ള ജോലി ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ ഇവിടെ നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിട്ടു പോകേണ്ടി വരും അല്ലേ. ചിലപ്പോൾ ഭാര്യനെയും കുട്ടികളെയൊക്കെ നാട്ടിൽ വെച്ചിട്ട് വേണമായിരിക്കും പോകാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കും. ഇതാണ് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരേ സാധനം ചെയ്യാനായിട്ട് സങ്കടം ഉണ്ടാവും, അതുപോലെ തന്നെ സന്തോഷവും ഉണ്ടാവും. ഇനി തടസ്സങ്ങൾ ശാരീരികമോ സാമൂഹികമോ ആകാം, കൂടാതെ അത് വ്യക്തികൾ ഇച്ഛാഭംഗം ഉണ്ടാക്കുന്നതിന് ഇടവരുത്തുന്നു. അപകടമോ മോശമായ വ്യക്തിബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്നവർ മരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഇച്ഛാഭംഗം എന്നോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി പലതരത്തിലെ മാനസിക രോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ആദ്യമേ സമ്മർദ്ദത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ മാനസിക രോഗം, നമ്മൾ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് അല്ലേ, ആദ്യത്തെ നമ്മുടെ ഹെഡിങ് പോലെ മാനസിക രോഗങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട മാനസിക രോഗങ്ങൾ നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? ഒന്ന് എന്താണ്? ഈ ഒരു സംഘർഷം അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളാണെന്ന് പറഞ്ഞു. ഇത് രോഗമല്ല, ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ മാനസിക രോഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. സമ്മർദ്ദങ്ങളെ നേരിടുമ്പോൾ വ്യക്തി സാധാരണയായി പ്രശ്നത്തെ അധിഷ്ഠിതമായ അല്ലെങ്കിൽ വികാരത്തെ അധിഷ്ഠിതമായാണ് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നത്. പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് പൊരുത്തപ്പെടുമ്പോൾ വ്യക്തി തന്റെ ബുദ്ധിപരമായ കഴിവുകളെയാണ് സമ്മർദ്ദമുള്ള സാഹിത്യത്തെ നേരിടുന്നതിനും ഫലപ്രദമായ ഒരു പരിഹാരം കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്നത്. വികാരത്തെ കേന്ദ്രീകരിച്ച് പൊരുത്തപ്പെടുമ്പോൾ വ്യക്തി സമ്മർദ്ദങ്ങളെയും സാഹചര്യങ്ങളെയും നേരിടുമ്പോൾ വികാര പ്രകടനങ്ങൾ നടത്തുന്നു. ഉദാഹരണത്തിന്, കരയുക എന്നാൽ സമ്മർദ്ദങ്ങളെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ വ്യക്തി തന്നെ സംരക്ഷിക്കുന്ന പ്രതിരോധിക്കുന്ന തരത്തിലുള്ള രീതികളാണ് അധികമായും ഉപയോഗിക്കുക. ഇത് തുടർന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള മനോരോഗങ്ങൾക്ക് കാരണമാകാം. പ്രതിരോധ പെരുമാറ്റം സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ അല്ല, മറിച്ച് സ്വന്തം പ്രവൃത്തിയെ ന്യായീകരിക്കാനാണ് ഉപയോഗിക്കുന്നത്.
ഇനി ഇത്തരം മനോരോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര വിഭാഗത്തെ വീക്ഷണ മനഃശാസ്ത്രം എന്ന് പറയുന്നു, വിലക്ഷണ മനഃശാസ്ത്രം എന്ന് പറയുന്നു കേട്ടോ. ബാല്യകാലത്തിൽ ഉണ്ടാകുന്ന മനോരോഗങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ബാല്യകാലത്തിൽ ADHD കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഒത്തിരി കേട്ടുള്ളൊരു വേർഡാണ് ADHD. അറ്റൻഷൻ ഡിഫിഷ്യന്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ് കേട്ടോ ഇത്. ബാല്യത്തിലുണ്ടാകുന്ന മനോരോഗങ്ങൾ. കുട്ടികൾക്ക് മാനസിക രോഗം ഉണ്ടാകുന്നു എന്നത് നിങ്ങൾക്ക് അതിശയം തോന്നിപ്പിക്കുന്ന കാര്യമാകാം. DSM-IV-TR ബാല്യത്തിലുണ്ടാകുന്ന മനോരോഗത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഈ രോഗങ്ങളെ നിർണയം ശൈശവം, ബാല്യം, യൗവനം തുടങ്ങിയ ഘട്ടത്തിലാണ് ആദ്യമായി നടത്തുന്നത്. ഇതിൽ ചിലത് ADHD, അതായത് അറ്റൻഷൻ ഡിഫിഷ്യന്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ്. ഇതുണ്ടാകുന്ന കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ പ്രയാസം ഉണ്ടാവുകയും അമിതമായ ഉത്സാഹാവസ്ഥ ഉണ്ടായിരിക്കുന്നതുമാണ്. കുട്ടികൾ ADHD ഉള്ള കുട്ടികൾ ഉൾവലിയുന്നവരും മറ്റുള്ളവരെ നോക്കി ചിരിക്കാതിരിക്കുകയും ഭാഷ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുമായിരിക്കും. ഇനി ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയാം. ADHD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതായത് അറ്റൻഷൻ ഡിഫിഷ്യന്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ഈ ഒരു അമിത ഉത്സാഹ അവസ്ഥ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു സ്ഥലത്ത് തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ മറ്റുള്ളവരെ നോക്കി ചിരിക്കാതിരിക്കുകയും കുട്ടികൾ സ്വയം ഉൾവരിയുന്നവരൊക്കെ ആയിരിക്കും. ഇനി B എന്ന് പറയുന്ന ആൻസൈറ്റി ഡിസോർഡർ ആണ്. ഉത്കണ്ഠ എന്ന് പറയാം. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠയാണ് കേട്ടോ. പേടിയും വ്യാകുലതയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ഒരാൾക്ക് യാതൊരു കാരണവുമില്ലാതെ നിരന്തരമായ ഭയം, വ്യാകുല, ഉത്കണ്ഠ എന്നിവ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു മനോരോഗമായി കണക്കാക്കപ്പെടുന്നു. ആൻസൈറ്റി പലതരത്തിലുണ്ട്. ഇവയിൽ ഉത്കണ്ഠ പലതരത്തിലാണ് പ്രകടമായി വരുന്നത്. ഇതിൽ പെടുന്നത് ഫോബിയ അല്ലെങ്കിൽ അകാരണമായ ഭയം. ഇതിലൊരു വ്യക്തി ഒരേ ചിന്ത അലട്ടുകയും ആ പ്രവൃത്തി ആവർത്തിച്ച് ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ഇതാണ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയാം. അതായത് നല്ല രീതിയിൽ ഭയങ്കര ഉത്കണ്ഠ ഉണ്ടാവുന്ന ആളുകളാണ് ഇവര്. കാരണം എന്തിനും ഭയങ്കരമായിട്ടുള്ള സങ്കടം അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ആയിരിക്കും അവർക്കുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠയായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഭയങ്കര പേടിയായിരിക്കും എന്തിനോടും. ഇനി മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂഡ് എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വൈകാരികത, പെട്ടെന്ന് മൂഡ് സ്വിങ്സ് എന്നൊക്കെ കേട്ടില്ലേ? ഇതുപോലെയുള്ള മൂഡ് ഡിസോർഡർ ഉണ്ട്. ഈ മനോരോഗത്തിന് അടിമയായ വ്യക്തി ഒരു പ്രത്യേക വികാരം നിയന്ത്രിച്ച തരത്തിൽ കുറേ നേരത്തേക്ക് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ആ വികാരത്തിന് പല തരത്തിലേക്ക് വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഒരു വ്യക്തി കുറേ ദിവസത്തേക്ക് വിഷമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം വിഷമിച്ച് തൊട്ടടുത്ത ദിവസം സന്തോഷിച്ചിരിക്കുന്നു. അത് സാഹചര്യം അങ്ങനെയൊന്നും അനുസരിച്ചായിരിക്കില്ല. അതിനാൽ വ്യക്തിയുടെ പെരുമാറ്റം അനുസരിച്ച് ഇതിലെ മനോരോഗം രണ്ടായി വിഭജിക്കാം: വിഷാദം, അതുപോലെ തന്നെ ബൈപ്പോളാർ ഡിസോർഡർ. ഇത് രണ്ട് രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഏതെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ചില സിനിമയിൽ കണ്ടിട്ടുണ്ടാകും ബൈപ്പോളാർ ഡിസോർഡർ അല്ലേ? അതായത് അവർക്ക് ചില സമയം ദേഷ്യമായിരിക്കും, ചില സമയം ഭയങ്കര സന്തോഷമായിരിക്കും. ഇതൊക്കെ ഇവരുടെ രോഗങ്ങളാണ്. ഒന്ന് വിഷാദമാണ്, രണ്ട് ബൈപ്പോളാർ ഡിസോർഡർ ആണ് കേട്ടോ. വിഷാദം ഒരു മാനസികാവസ്ഥയാണ്. ഇതിന്റെ സവിശേഷതകൾ വിഷമം, ദിനചര്യകളിൽ സന്തോഷമുള്ള കാര്യങ്ങൾ താല്പര്യമില്ലായ്മ, ഉറക്കം തടസ്സപ്പെടൽ, ഉറക്കമില്ലായ്മ, വിശപ്പ് കൂടുതലാകുക, ഉന്മേഷമില്ലായ്മ, കുറ്റബോധം, അയോഗ്യതയില്ലാതായി നിസ്സഹായാവസ്ഥ തോന്നുക, പ്രതീക്ഷയില്ലായ്മ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുക, സ്വയവും മറ്റുള്ളവരെ കുറിച്ച് മോശമായ ചിന്തകൾ. ഇത്തരത്തിലുള്ള വിചാരങ്ങൾ തുടർച്ചയായി 2 ആഴ്ചത്തോളം ഒരാളെ അലട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് വിഷാദ രോഗമാണെന്ന് അനുമാനിക്കപ്പെടുന്നതും ഉടനടി വൈദ്യസഹായം ലഭ്യമാക്കുന്നതും വേണ്ടതാണ്. ബൈപ്പോളാർ മനോരോഗത്തിന്റെ സവിശേഷത വിഷാദവും ഉന്മാദവും മാറി മാറി അനുഭവപ്പെടുന്നു എന്നതാണ്. ഓക്കെ, വിഷാദം എന്ന് പറയുന്നത് എന്താണ്? ഒരു മാനസിക അവസ്ഥയാണ്. കാരണം ഭയങ്കരമായിട്ടുള്ള സങ്കടം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഒരു ഡിപ്രഷനിൽ കാണുക. ദിനചര്യകളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുക, സന്തോഷമുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക, ഉറക്കം തടസ്സപ്പെടുക, ഉറക്കമില്ലായ്മ, വിശപ്പ് കൂടുതലായിരിക്കുക. വിശപ്പ് കൂടുതലാകുമ്പോൾ കൂടുതലായിട്ടും ഭാരം ഉയരാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ? അതുപോലെ ഉന്മേഷമില്ലായ്മ, കുറ്റബോധം, യോഗ്യതയില്ലാത്തതായി തോന്നുക. ഓക്കെ, ഇതെല്ലാം എന്താണ്? നമ്മുടെ വിഷാദത്തിന്റെ ചില ലക്ഷണങ്ങളാണ്. അതുപോലെ മോശമായ ചിന്തകൾ, ഇതൊക്കെ ആയിരിക്കും ഈ ഒരു വിഷാദമുള്ള ആളുകൾ ഉണ്ടാവുക. ഇനി ബൈപ്പോളർ മനോരോഗത്തിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ എന്താണ്?
വിഷാദവും ഉന്മാദവും മാറി മാറി അനുഭവപ്പെടുന്നതാണ് ബൈപ്പോളാർ മനോരോഗത്തിന്റെ സവിശേഷത. ഓക്കെ, അതായത് ചില ആളുകൾക്ക് പെട്ടെന്ന് സങ്കടവും സന്തോഷവും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചില ആളുകൾ ഭയങ്കര സന്തോഷമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എന്താണ് ഭയങ്കര സങ്കടമായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം സന്തോഷവും അടുത്ത ദിവസം ആകുമ്പോൾ ഒരു കാരണമില്ലാതെ വെറുതെ സങ്കടവും ദേഷ്യവും ഒക്കെ ആയിരിക്കും. ഇങ്ങനെയുള്ള ആളുകളാണ് ബൈപ്പോളാർ ഉള്ള വ്യക്തികൾ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് സൈക്കോസൊമാറ്റിക് ആൻഡ് സെമാറ്റോഫോം ഡിസോർഡർ ആണ്. സെമാറ്റോഫോം ഡിസോർഡർ ഇത് സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങൾ, അതായത് രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവ ശാരീരിക രോഗങ്ങളാണെങ്കിലും അതിൻ്റെ കാരണങ്ങൾ മാനസികമാകാം, അതായത് സമ്മർദ്ദം, ഉത്കണ്ഠ തുടങ്ങിയവയാകാം. അതിനാൽ ഈ ഭാഗത്തിൽ വരുന്ന മനോരോഗങ്ങൾ ശാരീരിക ലക്ഷണങ്ങളും മാനസിക കാരണങ്ങളുമുള്ള മാനസിക പ്രശ്നങ്ങളാണ്. സൈക്കോസൊമാറ്റിക് എന്ന വാക്കിൽ സൈക്കെ എന്നാൽ മനസ്സ്, ഒരു സെമാറ്റിക് എന്നാൽ ശരീരം എന്നാണ് അർത്ഥം വരുന്നത്. ഇതിന് വിപരീതമായ രോഗങ്ങൾ ശാരീരിക ലക്ഷണം ഉണ്ടാകും, എന്നാൽ ശരീരത്തിന് പിന്നിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ജീവശാസ്ത്രപരമായ ഒരു കാരണം ഉണ്ടാവില്ല എന്നൊരു പ്രത്യേകതയാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി വയറ് വേദന അനുഭവിക്കുന്നതായി പറയുകയും പരിശോധനയിൽ വയറിന് യാതൊരു രോഗലക്ഷണവും ഉള്ളതായി നിർണ്ണയിക്കാൻ സാധിക്കില്ല. അതായത് സൈക്കോസൊമാറ്റിക് അല്ലെങ്കിൽ സൊമാറ്റോഫോം ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഉണ്ടാകും. ചില ആളുകൾക്ക് പ്രഷർ, ഷുഗർ, ഇതൊക്കെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില രോഗങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ചില രോഗങ്ങൾ നമ്മളെ പിടിപെടാറുണ്ട്. അതിനെക്കുറിച്ചാണ് കേട്ടോ പറയാം. ഇനി ഡിസോക്കേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ പല സിനിമകളിലും കണ്ടാവും. അതിലെ നായകന് ക്ലേശകരമായ അപകടകരമായ ഒരു സംഭവത്തിന് ശേഷം താൻ ആരാണെന്നോ കഴിഞ്ഞ സംഭവങ്ങൾ എന്താണെന്നോ ചുറ്റും കാണുന്ന ആളുകൾ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നത്. ക്ലിനിക്കൽ മനഃശാസ്ത്രം ഇതിനെ ഡിസോക്കേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള മനോരോഗത്തിൽ ഒരാളുടെ വ്യക്തിത്വം ചുറ്റുമുള്ള ലോകത്തിൽ നിന്നും വിട്ടുമാറുകയോ വേർപെടുകയോ ചെയ്യുന്നു. ഈ രോഗത്തിന്റെ വിഭാഗത്തിൽ വരുന്നത് ഡിസോക്കേറ്റീവ് അംനീഷ്യ. ഇത് ഒരു വ്യക്തിക്ക് തന്റെ വ്യക്തിപരമായ പല കാര്യങ്ങളും സമ്മർദ്ദമേറിയ സംഭവത്തിന് ശേഷം ഓർത്തെടുക്കാൻ സാധിക്കാതെ വരുന്നു. വേറൊരു വിഭാഗം ഡിസോക്കേറ്റീവ് ഫൂഗ് ആണ്. ഇതിൽ ഓർമ്മക്കുറവിനൊപ്പം ആ വ്യക്തി വേറൊരു വ്യക്തിത്വം സ്വീകരിക്കുന്നു. വേറൊന്ന് ഡിപ്രസണലൈസേഷൻ ഡിസോർഡർ ആണ്. ഇതിലൊരു വ്യക്തിക്ക് പെട്ടെന്ന് മാറിപ്പോയതുപോലെയോ അപരിചിതം പോലെയോ തോന്നുന്നു. താൻ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയതായോ തന്റെ പ്രവൃത്തിയിൽ യാന്ത്രികമായോ സ്വപ്നം പോലെയോ തോന്നുന്നു. ഏറ്റവും കഠിനമായ ഡിസോക്കേറ്റീവ് ഡിസോർഡർ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഡിസോക്കേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ആണ്. ഇതിലൊരു വ്യക്തി പലപ്പോഴായി പല വ്യക്തിത്വങ്ങൾ രൂപം കൊള്ളുന്നു. ഓക്കെ, നമ്മൾ പറയല്ലേ നമ്മുടെ നാഗവല്ലി, നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിക്കൊക്കെ എന്താണെന്നാ പറഞ്ഞത്? ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നൊക്കെ പറഞ്ഞ കേട്ടില്ലേ? കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? നമ്മുടെ ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ആ രോഗങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് സമ്മർദ്ദം, വിഷാദം ഒക്കെ. ഇനി ഏറ്റവും കൂടിയ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ, ചില ആളുകൾക്ക് സ്വന്തം വ്യക്തിത്വം മനസ്സിലാവാതെ പോകും. ചിലപ്പം നമ്മൾ പല സിനിമകളും കണ്ടിട്ടാവും, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി തലക്കടിയേറ്റു, പെട്ടെന്ന് എന്താണ് ഒന്നും മനസ്സിലാവാതെ, ആരെയും മനസ്സിലാവാത്ത, ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് താൻ ആരാണെന്ന് പോലും മനസ്സിലാവാതെ അയാളുടെ വ്യക്തിത്വം വേറെ രൂപത്തിലേക്ക് മാറിപ്പോകാറുണ്ട്. നമ്മൾ ആ ഒരു സിനിമയ്ക്കകത്തും മറ്റേ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകണ്ടെന്ന് ചോദിക്കുമ്പോൾ നഗലം പോകണ്ടെന്ന് ഗംഗയോട് പറയുമ്പോൾ ഗംഗ പെട്ടെന്ന് എന്താണ് നാഗവല്ലിയായിട്ട് മാറും അല്ലേ? ഇതെന്താണ്? നമ്മുടെ ഈ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. പെട്ടെന്ന് മാറിയിട്ട് ഗംഗയെന്ന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാനെന്താ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് നിൽക്കും അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് മനസ്സിലാവും ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോയി, ഞാൻ ചെയ്തത് ശരിയല്ല, വേറൊരു സ്ഥലത്തേക്ക് പോയെന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷേ എന്താണ് ചെയ്തതെന്നോ നമ്മുടെ ഉള്ളിലുള്ള വ്യക്തിത്വം ആരുടേതാണെന്നൊന്നും അവർക്ക് ചിലപ്പോൾ കിട്ടില്ല. വേറെയും ചില സിനിമകളുണ്ട്, തമിഴ് മലയാളത്തിലേക്കൊക്കെ ഏതൊരു സിനിമ, ജൂണി എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് ഇതുപോലെയുള്ള ഒരുപാട് വ്യക്തിത്വമുള്ള ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്നുണ്ട്, ജൂണി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ വെറുതെയുള്ള അല്ല, ശരിക്കും ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഓർക്കാം. ഇനി സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്
എന്താണ് സ്കീസോഫ്രീനിയ. അപ്പോൾ ഇതുപോലെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാവുന്നതല്ല. ചെറുപ്പകാലത്തിൽ അവർക്കുണ്ടായിട്ടുള്ള എന്തെങ്കിലും ട്രോമയുടെ ഭാഗമായിട്ടായിരിക്കാം അവർക്ക് ഇങ്ങനെയുള്ള ചില മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് വരിക. ഓക്കെ, ഇപ്പോൾ നാഗവല്ലിയുടെ സംഭവം അല്ലെങ്കിൽ ഗംഗയുടെ സംഭവം എടുത്താൽ പോലും അറിയാൻ പറ്റും. അവളുടെ അച്ഛനും അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഗംഗയ്ക്ക് അച്ഛനും അമ്മയും തന്നെ ഈ നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുകയാണെന്നുള്ളൊരു ചിന്ത ആണ് അവളുടെ ആദ്യമായിട്ട് മനസ്സിനെ താളം തെറ്റിച്ചത് അല്ലേ. അതുപോലെ തന്നെ ജൂലി എന്ന് പറഞ്ഞ ആ ഒരു സിനിമയ്ക്കകത്തും ചെറുപ്പകാലത്തെ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് അവളെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൾട്ടിപ്പിൾ ഡിസോർഡർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇത് വെറുതെ ഉണ്ടാവുന്നതല്ല, വെറുതെ ഒരു പനി പോലെ ഒന്നും ഉണ്ടാകുന്ന രോഗമല്ല. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് പെട്ടെന്ന് നമുക്ക് ഈ ഒരു രോഗങ്ങളായിട്ട് മാറാനുള്ള കാരണം. ഇനി അടുത്തത് സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. നിങ്ങൾ വഴിയരികിൽ ചില ആളുകളെ വൃത്തിഹീനമായ വസ്ത്രം ധരിച്ച് വഴിയിൽ ഉപേക്ഷിച്ച് ഇച്ചിരി ഭക്ഷണം കഴിച്ചുകൊണ്ട് സ്വയം വർത്തമാനം പറഞ്ഞുകൊണ്ട് അസ്വാഭാവികമായി പെരുമാറിക്കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടാകാം. ഇത്തരത്തിലുള്ളവർക്ക് വ്യക്തി, സമയം, സ്ഥലം എന്നിവയെക്കുറിച്ച് യാതൊരു ബോധവും ഉണ്ടായിരിക്കില്ല. നമ്മൾ അവരെ ഭ്രാന്തൻ എന്ന് സാധാരണ വിളിക്കാറുണ്ട്. ക്ലിനിക്കൽ മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഇവരെ സ്കീസോഫ്രീനിക് എന്നാണ് പറയാം. സ്കീസോഫ്രീനിയ എന്നാൽ ഒരു വ്യക്തിയുടെ ചിന്തയെ, വികാരത്തെ, പെരുമാറ്റത്തെ ബാധിക്കുന്ന മനോരോഗമാണ്. സ്കീസോഫ്രീനിക്കുകൾ പരസ്പര ബന്ധമില്ലാത്ത ചിന്ത, തെറ്റായ അവബോധം, കൈകാല ചലനത്തിലെ ബുദ്ധിമുട്ട്, നിർവികാരത അല്ലെങ്കിൽ പൊരുത്തമില്ലാത്ത വികാരങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. ആളുകൾ തമ്മിൽ യഥാർത്ഥങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നു. മിക്കപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു ലോകത്തേക്ക് അവരെന്ത് ചെയ്യുക, മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഈ വൃത്തിഹീനമായ ഭക്ഷണം വൃത്തിഹീനമായിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നത് കാണുകയാണെങ്കിൽ അവരെ ഭ്രാന്തർ എന്ന് വിളിക്കുന്നതിന് പകരം എന്താണ് വിളിക്കുന്നത്? സ്ക്രീസോഫ്രീനിക്കുകൾ എന്ന് വിളിക്കുക കേട്ടോ. സ്ക്രീസോഫ്രീനിക്കുകൾ എന്ന് വിളിക്കുക. അവരെന്ന് പറയുന്നത് നമ്മൾ ഭ്രാന്തഭട്ടം എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഭേദം അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള നെയിമാണ്, അല്ലെങ്കിൽ നമുക്ക് സൈക്കാട്രിസ്റ്റിക് ആയിട്ടുള്ള ഒരു നെയിമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടാണ്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അവരിങ്ങനെ ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരിക്കലും ഒരാൾ ജനിക്കുമ്പോഴേ ഭ്രാന്തമുള്ള ആളായിട്ട് ഉണ്ടാവില്ല. അവരുടെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു താളപ്പിഴകളോ ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിലേക്ക് അവരെ എത്തിച്ചത്. ഹാലുസിനേഷൻ എന്നാൽ തെറ്റായ അവബോധമാണ്. ഇതിലില്ലാത്തൊരു വസ്തുവിനെ കാണുകയോ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുകയോ തോന്നും. എന്നാൽ യഥാർത്ഥത്തെക്കുറിച്ചുള്ള തെറ്റായ വിശ്വാസമാണിത്. ഇത്തരത്തിലുള്ള വിശ്വാസം വ്യക്തി ബന്ധങ്ങളെ നശിപ്പിക്കുന്നു. സ്കീസോഫ്രീനിയ പലതരത്തിലുണ്ട്. ഉദാഹരണത്തിന് കാറ്റോണിക് സ്കീസോഫ്രീനിയ. ഇത്തരത്തിലുള്ള മനോരോഗത്തിന്റെ പേരുകൾ ബാല്യകാലത്തേക്ക് കടന്നു പോകുന്നു. ചില കുട്ടികളിൽ ബാല്യകാലത്ത് മാറ്റാൻ സാധിക്കാത്തതും പൊരുത്തക്കേടുകൾ നിറഞ്ഞ ചിന്തയും പെരുമാറ്റവും ഉടലെടുക്കുന്നു. വളരുന്നതിനോടൊപ്പം ഇത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആയി രൂപപ്പെടുന്നു. ഇതിൽ അപകടമല്ലാത്ത ഒറ്റപ്പെടുന്നവർ തുടർ കൊലപാതകം ചെയ്യുന്നവർ വരെ ഉൾപ്പെടുന്നു. ഇത്തരത്തിൽ മനോരോഗത്തെ 3 ഗണമായി വിഭജിക്കാം. ആദ്യ ഗണത്തിൽപ്പെടുന്നവരുടെ സവിശേഷത വ്യത്യസ്തമായ പെരുമാറ്റമാണ്, ഉത്കണ്ഠ, ആശങ്ക എന്നിവ. രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവരുടെ സവിശേഷതകൾ. മൂന്നാമത്തെ ഗണത്തിൽപ്പെടുന്നവർ നാടകീയമായ വികാരങ്ങളോ പെരുമാറ്റങ്ങളോ കാണിക്കുന്നു. ആദ്യത്തെ ഗണത്തിൽ പാരാനോയിഡ്, സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നു. രണ്ടാമത്തെ തരത്തിൽ ഡിപെൻഡന്റ് അവോയ്ഡന്റ് ഒബ്സസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ വിവരിക്കുന്നു. സാമൂഹ്യ വിരുദ്ധം ബോർഡർ ലൈൻ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ മൂന്നാമത്തെ ഗണത്തിൽ വരുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്കീസോഫ്രീനിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കോൺസെപ്റ്റുകൾ തന്നെയാണ് കേട്ടോ. അതായത് നമുക്കിപ്പം സൈക്കോ കില്ലർ ആണെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സൈക്കോ കില്ലറാണ്, സൈക്കോയാണെന്നൊക്കെ പറയുന്ന പോലെ എന്താണ്, ചില മാനസിക രോഗമുള്ള ആളുകൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ എന്താണ്, കൊലപാതകങ്ങൾ, സൈക്കോ ആയിട്ടുള്ള ആളുകൾ, ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർ കൊലപാതകങ്ങളിലേക്ക് വരെ എത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ സൈക്കോ കില്ലർ എന്ന് വിളിക്കാറുണ്ട്. ഇനി ഇത്തരത്തിലുള്ള നമ്മളെല്ലാം പറഞ്ഞ എന്താണ്, ഇതെല്ലാം നമ്മുടെ ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ രോഗങ്ങൾ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ അതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടാം എന്നുള്ള ചികിത്സകളെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പ്രധാനമായിട്ടും സൈക്കോ തെറാപ്പിയാണ് കൊടുക്കുക അല്ലേ. നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും, അതുപോലെ തന്നെ സൈക്കോ തെറാപ്പികളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ആളുകൾക്ക് കൊടുക്കുക. അല്ലാതെ നമുക്ക് ഫോർ എക്സാമ്പിൾ മരുന്നുകൾ കാര്യങ്ങളൊന്നും കൊടുക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ അത്രയും വശമുണ്ടായിരിക്കില്ല. മനോരോഗം ചികിത്സിക്കുന്നതിനായി സൈക്കോ തെറാപ്പി എന്ന ചികിത്സാ പ്രക്രിയയിലൂടെ രോഗം എന്ന വ്യക്തിയെ സഹായിക്കാനായി സാധിക്കുന്നു. ഈ ചികിത്സാ പദ്ധതി തയ്യാറാക്കുന്നതിന് ഈ ചികിത്സാ രീതിയിൽ പരിശീലനം ലഭിച്ച വ്യക്തികളെയാണ്
അവരെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോ തെറാപ്പിസ്റ്റ് എന്ന് പറയും. സൈക്കോ തെറാപ്പിയെ സംസാരം വഴി ഭേദമാക്കുന്ന ചികിത്സാ രീതി എന്ന് പറയപ്പെടുന്നു. കാരണം രോഗികൾക്ക് സഹായം വ്യക്തിബന്ധം വഴിയാണ് നൽകുന്നത്. മരുന്നുകൾ സാധാരണ നൽകുന്ന വൈദ്യശാസ്ത്രത്തിൽ ബിരുദമെടുക്കുന്നതിന് ശേഷം മനോരോഗത്തിൽ വിദഗ്ധ പഠനം നടത്തുന്നവരാണ്. ഇവരെ സൈക്രാട്ടിസ്റ്റ് എന്നാണ് പറയുന്നത്. അസാധാരണമായ പെരുമാറ്റം എങ്ങനെ ഉണ്ടാകുന്നു എന്ന സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കി പലതരത്തിലുള്ള സൈക്കോ തെറാപ്പി ചികിത്സാ രീതികളുണ്ട്. സൈക്കോ അനാലിസിസ്, ബിഹേവിയറൽ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ക്ലയന്റ് സ്റ്റേർഡ് തെറാപ്പി എന്നിവ ഇതിൽ ചിലതാണ്. മനോരോഗത്തിന്റെ ലക്ഷണവും തീവ്രതയും അനുസരിച്ച് ചിട്ടപ്പെടുത്തുന്ന ചികിത്സാ രീതിയാണ് സൈക്കോ തെറാപ്പി. ഓക്കെ, സൈക്കോ തെറാപ്പി എന്താണ്? നമ്മുടെ ബിഹേവിയറൽ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ക്ലയന്റ് സ്റ്റേർഡ് തെറാപ്പി എന്നിവ ഇതിൽ ചിലതാണ്. മനോരോഗത്തിന്റെ ലക്ഷണവും തീവ്രതയും അനുസരിച്ച് ചിട്ടപ്പെടുത്തുന്ന ചികിത്സാ രീതികളാണ് സൈക്കോ തെറാപ്പി എന്ന് നമ്മൾ പറയാം. ഇനി സൈക്കോ തെറാപ്പിയുടെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. യോജിപ്പ്, പൊരുത്തപ്പെടുക. സൈക്കോ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ വിവിധ ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, യോജിപ്പ് അല്ലെങ്കിൽ രൂപപ്പെടുത്തുകയാണ്. സൈക്കോ തെറാപ്പിസ്റ്റ് ക്ലയൻറ്റുമായിട്ട് ഒരു തൊഴിൽപരമായ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് വഴി ക്ലയൻറ്റ് സഹകരണം ഉറപ്പുവരുത്തുന്നു. അതായത് ഞാനൊരു സൈക്കോ തെറാപ്പിസ്റ്റാണ്, ഞാനിങ്ങനെ ഇരുന്നിട്ട് ഹലോ എന്തുണ്ട് വിശേഷം, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെയുള്ള രീതിയിൽ നല്ല രീതിയിൽ സൗഹൃദം ഉണ്ടാക്കിയെടുത്താലാണ് അപ്പുറം ഇരിക്കുന്ന ആൾക്ക് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിഷമം ഇങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ നമ്മൾ ചെല്ലുമ്പോഴേ ഇരിക്കൂ, എന്താണ് പ്രശ്നം എന്ന് പറയുമ്പോഴേ ആ ഒരു പ്രശ്നം പറയുമോ? ഇല്ല. നോർമലായിട്ട് നമ്മൾ അവരുമായിട്ടൊരു സുഹൃത്തിനെ പോലെ പെരുമാറി പഠിച്ചാലാണ്, അല്ലെങ്കിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടായി വന്നാലാണ് അവർ നമ്മളോട് മനസ്സ് തുറന്ന് സംസാരിക്കുള്ളൂ. അതുപോലെ സൈക്കോ അനാലിസിസ്, ബിഹേവിയർ തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ക്ലയന്റ് മനോരോഗത്തിന്റെ ലക്ഷണവും തീവ്രതയും അനുസരിച്ച് ഇടപെടുന്ന ചികിത്സാ രീതിയിലാണ് സൈക്കോ തെറാപ്പി. ഇനി ഒന്നാമത്തെ യോജിപ്പ് രൂപപ്പെടുത്തുക. പിന്നെ കേസിന്റെ ചരിത്രം തയ്യാറാക്കുന്നു. രോഗത്തിന്റെ ചരിത്രം തയ്യാറാക്കുന്ന വഴി ക്ലയന്റ് കുടുംബവും സുഹൃത്തുക്കളും സാമൂഹിക തൊഴിൽ ബന്ധങ്ങളുമായുള്ള ക്രമീകരണത്തെ കേന്ദ്രീകരിക്കുന്നു. ഓക്കെ, നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു ആളുടെ രോഗം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ ചരിത്രം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണ്, നമ്മുടെ മണിച്ചിത്രത്താഴ് തന്നെ പോവാം. മണിച്ചിത്രത്താഴിൽ നാഗവല്ലി ഗംഗയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സണ്ണി എന്താ ചെയ്തത്? സണ്ണി അവൾ താമസിച്ചിരിക്കുന്ന ആ ഒരു കുടുംബമുള്ള, അല്ലെങ്കിൽ അവൾ ചെറുപ്പകാലത്ത് താമസിച്ചിരുന്ന ആ ഒരു നാട്ടിലേക്ക് പോവുകയും അവിടെ അവളെ കുറിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും പഠിച്ച സ്കൂളും എല്ലാം മനസ്സിലാക്കി അവളെ കുറിച്ച് കൃത്യമായിട്ട് അറിവുകൾ ശേഖരിക്കുക ചെയ്തല്ലേ. അപ്പോൾ ആ ഒരു രോഗത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് സണ്ണിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മളാണെങ്കിലും ഒരു സൈക്കോളജിസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ കാണുമ്പോൾ അവരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമെങ്കിൽ അവരുടെ യഥാർത്ഥത്തിലുള്ള ജീവിതം, കുടുംബചരിത്രം, ഇതെല്ലാം കുടുംബ ബന്ധങ്ങൾ, അവരുടെ കൂട്ടുകാർ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രധാനമായിട്ടും അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് അവരുടെ കുടുംബചരിത്രവും അവരുടെ പഠിച്ച സ്കൂള് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്തത്, സമ്മർദ്ദങ്ങളെ പൊരുത്തപ്പെടുന്ന അല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് തിട്ടപ്പെടുത്താനുള്ള ഒരു ഉടമ്പടി. ഉടനടി പരിഹാരം കാണേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തെറാപ്പിസ്റ്റ് തിട്ടപ്പെടുത്തുന്നു. അത് ക്ലിനിക്കൽ ടെസ്റ്റുകളും ഇന്റർവ്യൂ നടത്തി മനസ്സിലാക്കുന്നു. അടുത്തത്, ചികിത്സയും സമയകാലവും മനസ്സിലാക്കുകയാണ്. രോഗത്തിന്റെ പ്രകൃതമൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. തീവ്രത മനസ്സിലാക്കണം. തെറാപ്പിസ്റ്റ് ക്ലയന്റുമായി ചികിത്സാ സെക്ഷനുകൾ, ചികിത്സാ സമ്പ്രദായങ്ങൾ ഇതൊക്കെ മുൻനിർത്തി ഓരോ സെക്ഷൻ ശേഷം പുരോഗതി അളക്കുകയും ചികിത്സാ രീതിയിൽ മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. ഇനി ചികിത്സ അവസാനിപ്പിക്കൽ. നിശ്ചയിച്ച ഫലം കിട്ടിയെന്ന് ഉറപ്പ് വന്നാൽ ചികിത്സ അവസാനിപ്പിക്കാവുന്നതാണ്. നൽകുന്ന നിർദ്ദേശങ്ങൾ വീട്ടിൽ തുടരുവാനായി ക്ലയന്റിനോടും കുടുംബാംഗങ്ങളോടും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മളൊരു സൈക്കോ തെറാപ്പി കംപ്ലീറ്റ് ആക്കുകയുള്ളൂ. ഇനി അടുത്തത് സമ്മർദ്ദങ്ങളുമായി പൊരുത്തപ്പെടുന്ന പ്രക്രിയയാണ് കേട്ടോ. സമ്മർദ്ദമായി പൊരുത്തപ്പെടുന്ന പ്രക്രിയ എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു വ്യക്തി സമ്മർദ്ദമായി പൊരുത്തപ്പെടുമ്പോൾ രണ്ട് തരത്തിലൂടെ പ്രവർത്തിക്കുന്നു. ഒന്ന്, പ്രവൃത്തി കേന്ദ്രീകരിച്ചുള്ള പൊരുത്തപ്പെടൽ, പ്രതിരോധം കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ വികാരം കേന്ദ്രീകരിച്ചുള്ള പൊരുത്തപ്പെടൽ. രണ്ട് രീതിയിലാണ് നമ്മൾ സമ്മർദ്ദങ്ങളുമായി പൊരുത്തപ്പെടുക. ഒന്ന് പ്രവൃത്തി കേന്ദ്രീകരിച്ചുള്ള പൊരുത്തപ്പെടൽ, രണ്ട് പ്രതിരോധം കേന്ദ്രീകരിച്ചുള്ള പ്രവൃത്തി അല്ലെങ്കിൽ പൊരുത്തപ്പെടൽ. പ്രവൃത്തി കേന്ദ്രീകരിച്ചുള്ള പൊരുത്തപ്പെടൽ സമ്മർദ്ദം നൽകുന്ന വസ്തു വ്യക്തിയിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെ അല്ലെങ്കിൽ ആവശ്യങ്ങളെ നേരിടാനായി ഉപയോഗിക്കുന്ന യഥാർത്ഥത്തെ കേന്ദ്രീകരിക്കുന്ന പൊരുത്തപ്പെടലാണ്.
സമ്മർദ്ദമുണ്ടാക്കുന്ന സാഹചര്യം വസ്തുനിഷ്ഠമായി വിലയിരുത്തിയ ശേഷമുള്ള പൊരുത്തപ്പെടലാണിത്. ഇത് സ്വത്വബോധത്തോടെയും വിവേകത്തോടെയും നിർമ്മാണാത്മകവുമായ പ്രവൃത്തിയാണ്. ഇത്തരത്തിൽ പൊരുത്തപ്പെടലിനെ മൂന്നായി വിഭജിക്കാം: എതിർക്കുക, ഒഴിഞ്ഞു മാറുക, അനുരഞ്ജനം. ഓക്കെ, 3 രീതിയിൽ നമുക്ക് പൊരുത്തപ്പെടാവുന്നതിനെ പൊരുത്തപ്പെടലുകളെ നമുക്ക് തിരിക്കാം. ഒന്ന് നമുക്ക് എന്താ എതിർക്കാം, ഒഴിഞ്ഞു മാറാം, വന്ന് അനുരഞ്ജനപ്പെടുക. ഇനി എതിർക്കുന്ന രീതിയിലുള്ള പൊരുത്തപ്പെടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എതിർക്കുന്ന രീതിയിൽ വ്യക്തി സാഹചര്യം നേരിട്ട് ചെറുത്ത് നിൽക്കുന്നു. അവൻ അവൾ തന്റെ കൈവശമുള്ള ചെറുത്തുനിൽപ്പിനെ വിശകലനം ചെയ്യുന്നു. സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തെ നേരിടാൻ ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന വഴി തിരഞ്ഞെടുക്കുകയും അത് ഫലപ്രദമല്ലെന്ന് കാണുന്ന പക്ഷം വേറെ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള അയവും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പുതിയ വിവരങ്ങൾ കണ്ടുപിടിച്ചും കഴിവുകൾ ഉണ്ടാക്കിയെടുത്തുമുള്ള കഴിവുകളെ വികസിപ്പിച്ചും പുതിയ തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളെ നിൽക്കുന്ന കഴിവ് വ്യക്തി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലുള്ള ഒരു ഉദാഹരണം ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് മുൻപ് വിദ്യാർത്ഥി പുനഃപരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഒഴിഞ്ഞു മാറുന്ന പ്രതികരണത്തിൽ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദ്ധതികൾ പാളിക്കുകയാണെങ്കിൽ വ്യക്തി തുടക്കത്തിൽ തന്നെ തോൽവി അംഗീകരിക്കുന്നു. അവൻ അവൾ ഒന്നുകിൽ ശാരീരികമായി അല്ലെങ്കിൽ മാനസികമായി സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം ഒഴിവാക്കുന്നു. പിന്നെ അനുരഞ്ജനത്തിന് എന്താണ്? അനുരഞ്ജനത്തിൽ വ്യക്തി ആദ്യം ഉൾക്കൊണ്ട ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ പകരം വേറെ ലക്ഷ്യത്തെ അംഗീകരിക്കുന്നു. ഇങ്ങനെ വരുന്ന വ്യക്തി തന്റെ കഴിവുകളെ പുനർവിശകലനം നടത്തി താരതമ്യേന കുറച്ചും കൂടി കുറഞ്ഞ ഒരു ലക്ഷ്യത്തെ അനുസരിച്ച് രൂപപ്പെടുത്തുമ്പോഴാണ്. അതായത് അത് സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു വഴിയാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ IAS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. IAS എക്സാമായിട്ട് എഴുതി നമുക്ക് ഒരു 2 തവണ തോറ്റു പോകുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ടൊരു സമ്മർദ്ദം ഉണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, അതിനേക്കാൾ കുറച്ചുകൂടി താഴ്ന്ന എക്സാം, ചിലപ്പോൾ അത് നമ്മുടെ കഴിവിനേക്കാൾ കൂടിയ ഒരു എക്സാം ആയിരിക്കും. അതിനേക്കാൾ ചിലപ്പോൾ കുറഞ്ഞൊരു എക്സാം നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അല്ലെ KS അല്ലെങ്കിൽ നമുക്ക് എന്താ വേറെ എന്തെങ്കിലും സ്റ്റേറ്റിൻ്റെ എക്സാംസ് എഴുതാം, PSC എക്സാംസ് എഴുതാൻ പറ്റും. അങ്ങനെ PSC എക്സാം എഴുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമുക്ക് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുരഞ്ജനത്തിൽ വ്യക്തി ആദ്യം ഉൾക്കൊണ്ട ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനേക്കാൾ ചെറിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു IAS എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനേക്കാൾ IAS എക്സാം നമുക്ക് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ, നമുക്ക് അതിന് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞൊരു എക്സാമിന് നമുക്ക് വേണമെങ്കിൽ പാസ്സാകാൻ പറ്റും അല്ലേ. നമ്മുടെ ഇൻ്റലിജൻസ് ഒക്കെ അനുസരിച്ച് നമ്മൾ IAS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താണ്. അപ്പോൾ അത്രയും ഉള്ളൊരു കഴിവ് നമുക്കുണ്ട്, അല്ലെങ്കിൽ അത്രയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ എക്സാംസ് നമ്മൾ എന്തായാലും എളുപ്പത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ രീതിയിൽ ചെറിയ എക്സാംസ് നമുക്ക് വേണമെങ്കിൽ എഴുതി അത് പാസ്സാവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള അനുരഞ്ജന നടപടികൾ നമുക്ക് സ്വീകരിക്കാം, നമ്മുടെ സ്ട്രെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു പോയത്. പ്രധാനമായിട്ടും സ്ട്രെസ് എന്താണെന്ന് പഠിച്ചു, മാനസിക രോഗങ്ങൾ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ ചെറുത്ത് നിൽക്കാമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്ത ചാപ്റ്റർ 19ാമത്തെ ചാപ്റ്ററാണ്. അതും മാനസികാരോഗ്യവും ആരോഗ്യ പരിപാലനവുമാണ് കേട്ടോ. അതായത് മാനസിക രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. മാനസിക രോഗങ്ങൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് പഠിച്ചു. അതുകൂടാതെ ഇനി മാനസികമായിട്ടുള്ള ആരോഗ്യം എങ്ങനെ നമുക്ക് കാത്തു പരിപാലിക്കാം എന്നാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് മാനസികാരോഗ്യവും ആരോഗ്യ പരിപാലനവും എന്ന ആശയം എന്താണ്? മാനസികാരോഗ്യ പരിപാലനം എന്ന പദത്തിന് മാനസികാരോഗ്യവുമായി അടുത്ത ബന്ധമുണ്ട്. ആരോഗ്യ പരിപാലനം എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്ന അവനവനെയും അവനവന്റെ ജീവിത സാഹചര്യങ്ങളും തൊഴിലവസ്ഥലവും അസുഖം വരുന്നത് തടയുവാനായി വ്യക്തിക്ക് വൃത്തിയായി സൂക്ഷിക്കുക എന്നാണ്. ഈ ആശയത്തെ നമ്മൾ മനസ്സ് എന്ന വിഷയവുമായതിലേക്ക് കടക്കുമ്പോൾ അത് ഫലപ്രദവും കാര്യക്ഷമവുമായ മാനസികാരോഗ്യം നിലനിർത്തുന്നതിന് നമ്മൾ പെരുമാറ്റം, വികാരം കൂടാതെ സാമൂഹിക കഴിവുകൾ ഉണ്ടാക്കുകയും നിലനിർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കലയെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അതായത് നമുക്കൊരു മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് മാനസിക ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ. മനസ്സ് മോശമാണെങ്കിൽ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും. അതുകൊണ്ട് എല്ലാവരും മാനസികമായിട്ടുള്ള ആരോഗ്യം കൃത്യമായിട്ട് ക്രമപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഇനി യഥാർത്ഥ ബോധം എന്നുള്ളതും ഒക്കെ മാനസികാരോഗ്യം നേടാനായിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ
നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല മാനസികാരോഗ്യം കിട്ടും. ഒന്ന് യഥാർത്ഥ ബോധം ഉണ്ടാക്കിയെടുക്കുക. നല്ല മാനസികാരോഗ്യം നിലനിർത്തണമെങ്കിൽ തൻ്റെ പ്രതികരണങ്ങൾ, വികാരങ്ങൾ, കഴിവുകൾ ഇവയെക്കുറിച്ച് യഥാർത്ഥമായ വിലയിരുത്തൽ ഉണ്ടാവണം. യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ടെങ്കിൽ ജീവിതത്തിലെ പല നിരാശ ഇച്ഛാഭംഗങ്ങൾ നമുക്ക് ഒഴിവാക്കാനാകും. അതായത് യഥാർത്ഥ ബോധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് ഒരു ഇത്ര കോടി രൂപ സമ്പാദിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഉണ്ടല്ലേ. നമ്മളെ കൊണ്ട് എത്ര രൂപ സമ്പാദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്റലിജൻസിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഇന്റലിജൻസ് എത്രയുണ്ടോ അത്രയത്തേക്കും അതിന്റെ അങ്ങേയറ്റം നമ്മുടെ ഇന്റലിജൻസിന്റെ പരമാവധി നമ്മൾ എത്താനായിട്ടാണ് ശ്രമിക്കുക. വലിയ കൊമ്പത്ത് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ ഇന്റലിജൻസിന്റെ പരമാവധി നോക്കിയിട്ട് ആ ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഒരു ജോലിയാവാം, അല്ലെങ്കിൽ ഒരു പഠനമാകാം. ഇതൊക്കെ നമ്മുടെ പരമാവധി കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സ്വയം വിലയിരുത്തുക. അമിതമായിട്ടുള്ള ആവേശത്തെ നിയന്ത്രിക്കുക. ആരോഗ്യമായ ക്രമീകരണമുള്ള വ്യക്തിക്ക് തന്റെ പെരുമാറ്റത്തെയും ആരോഗ്യത്തെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതിനാൽ നല്ല മാനസികാരോഗ്യം നിലനിർത്തേണ്ടത് നമ്മുടെ ആവേശകരമായ പെരുമാറ്റത്തെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. സ്വയം വിലയിരുത്താൻ പറ്റണം. അവനവനെ കുറിച്ചുള്ള അറിവാണ് സ്വയം ധാരണ. ഇതിൽ ഞാൻ എൻ്റെ വചനങ്ങളിലൂടെ വികാരങ്ങളും വിശ്വാസങ്ങളും മൂല്യങ്ങളും പ്രകടിപ്പിക്കുന്നു. അതിനാൽ സ്വയം ധാരണ എന്നാൽ ഒരു വ്യക്തി തന്നെ കുറിച്ച് പറയാവുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടിയെടുക്കലാണ്. ഓക്കെ, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു അറിവുണ്ടാവണം. എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഹാപ്പി ആക്കി ഇരുത്താൻ പറ്റുള്ളൂ അല്ലേ. എനിക്ക് എന്താണ് ഇഷ്ടം, എൻ്റെ കഴിവ് എന്താണ്, എൻ്റെ ഇഷ്ടമുള്ള മേഖല എന്താണ് എന്ന് പോലും അറിയില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു നല്ല രീതിയിൽ നമുക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാനായിട്ട് പറ്റില്ല. ഇനി നല്ല വിചാരങ്ങൾ വേണം. മാനസികാരോഗ്യത്തിന്റെ നിലവാരം നാം നമ്മുടെ വിചാരങ്ങളെ മോശമായ രീതിയിലാണോ നല്ല രീതിയിലാണോ നയിക്കുന്നത് എന്നതിനെ ആശ്രയിക്കുന്നു. മോശമായ വിചാരങ്ങൾ മോശമായ വികാരങ്ങൾ, അതായത് ദേഷ്യം, വെറുപ്പ്, അസൂയ, ഭയം, നിരാശ എന്നിവ ഉളവാക്കുന്നു. ഇത്തരത്തിലെ മോശമായ വികാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം ആരോഗ്യകരമല്ല. ഓക്കെ, നല്ല വിചാരങ്ങൾ മാത്രം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. കാരണം എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാനൊരു തോൽവിയാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പഠിക്കാൻ പോകുന്നില്ല അല്ലെ. അതേസമയം എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് എല്ലാ ദിവസവും എനിക്ക് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല മാർക്ക് എടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നല്ല ജോലി കിട്ടും, എനിക്ക് ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് നല്ല ജോലി കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ശുഭ പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പഠിത്തത്തിൽ മുന്നോട്ട് പോവുകയും നമ്മുടെ ജീവിതം തന്നെ ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. അല്ലാതെ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ഒരു സംശയത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം അല്ലെങ്കിൽ നല്ല ഭാവി കിട്ടില്ല. ഇനി അടുത്തത് മാനസികാരോഗ്യം മനോരോഗത്തെ കുറിച്ചാണ് പറയാം. ഒരു വ്യക്തിയിൽ നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിലേ ലക്ഷണങ്ങളുടെ അഭാവം എന്നാണ്. മനോരോഗം എന്നാൽ എന്താണ്? മനോരോഗം എന്നാൽ പെരുമാറ്റപരമായ എല്ലാ തരത്തിലുള്ള രോഗവും അതിൽ ഉൾപ്പെടുന്നു കേട്ടോ. മനോരോഗം എന്ന് പറഞ്ഞാൽ പെരുമാറ്റപരമായ എല്ലാ രോഗങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. മോശമായ മാനസികാവസ്ഥയെ കാണിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ഇവിടെയുണ്ട്. ഏതാണ്? മനുഷ്യൻ എന്ന നിലയിൽ നല്ല മാനസികാരോഗ്യം ഉണ്ടായിരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അല്ലെ. എന്നാൽ നമുക്ക് ചില പെരുമാറ്റങ്ങളും ശീലങ്ങളും രൂപപ്പെടുന്നത് മോശമായ മാനസികാരോഗ്യത്തിന് കാരണമാകുന്നു. ഇത്തരത്തിലുള്ള പെരുമാറ്റം ചെറിയ തോതിലുള്ള രോക്ഷം മുതൽ കൂടിയ വിഷാദം, ഉത്കണ്ഠ വരെ ഉൾപ്പെടുന്നു. മോശമായ മാനസികാരോഗ്യത്തെ സൂചിപ്പിക്കുന്ന പെരുമാറ്റങ്ങൾ താഴെ കൊടുക്കുന്നു. ഒന്ന്, അടുക്കും ചിട്ടയുമില്ലാത്ത ദിനചര്യയാണ്. അതൊരു മോശമായ ഒരു മാനസികാരോഗ്യത്തിന് കാരണമാകുന്ന ഒന്നാണ് കേട്ടോ. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഏൽക്കുക, ചിലപ്പോൾ പല്ല് തേക്കും, ചിലപ്പോൾ കുളിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഭക്ഷണം കഴിക്കുക. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ദിനചര്യ ഉണ്ടാവണം. രാവിലെ ഇത്ര മണിക്ക് 6 മണിക്ക് എഴുന്നേൽക്കുന്നു, അത് കഴിഞ്ഞ് പല്ല് തേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ഒരു പ്രത്യേക ഒരു നല്ലൊരു വൈബിലേക്ക് പോകും. നല്ലൊരു രീതിയിൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഇനി മുൻകോപം, ശുണ്ഠി പിടിക്കുന്ന പെരുമാറ്റം, ദേഷ്യവും ആക്രമണ സ്വഭാവവും, അസ്വസ്ഥത, വിശപ്പ് കൂടുതലോ കുറവോ ആകുക, ദഹനക്കേട്, ഉറക്കത്തിൽ വ്യതിയാനം വരിക, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, ഇതെല്ലാം മോശമായ വ്യക്തിബന്ധങ്ങൾ, ഉത്കണ്ഠ, ആദി പിടിക്കുക, സ്വന്തമായ മറ്റുള്ളവരുടെ മോശമായ മനോഭാവം, ഇതെല്ലാം നമ്മുടെ മാനസികാരോഗ്യം തെറ്റാണ്, അല്ലെങ്കിൽ മാനസികാരോഗ്യം തീരെ മോശമാണ് എന്നതിന് തെളിവുകളാണ് കേട്ടോ. ഇനി നല്ല ആരോഗ്യത്തെ നിലനിർത്തുന്ന ചില പെരുമാറ്റങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. നല്ല ആരോഗ്യം നമുക്ക് എങ്ങനെയൊക്കെ നിലനിർത്താം? ഇപ്പൊ നമ്മൾ മോശമായിട്ടുള്ള ദിനചര്യയാണ്, നമുക്ക് നമ്മളെ കുറിച്ചും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെ കുറിച്ചും യാതൊരു വിലയില്ല, നമുക്ക് ആരോഗ്യമില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർത്തോണം നമുക്ക് ശരിക്കുള്ള മാനസിക ആരോഗ്യം ഇല്ല എന്നുള്ളത് ഓർക്കാം. അപ്പൊ നമ്മുടെ മാനസികാരോഗ്യം എന്ത് ചെയ്യണം? നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മാനസികാരോഗ്യം ശരിയായിട്ട് രീതിയിൽ നമ്മൾ ഉയർത്തിയെടുക്കുകയാണ് വേണ്ടത്. നല്ല ഭക്ഷണം, നല്ല വിനോദം, നല്ല ദിനചര്യ, നല്ല ചിന്ത എന്നിവയാണ് നല്ല ആരോഗ്യം നിലനിർത്താൻ വേണ്ട ചില കാര്യങ്ങൾ.
ഈ ശീലങ്ങൾ പാലിക്കുന്ന വഴി ആരോഗ്യവും സന്തോഷപരമായ ജീവിതവും നേടിയെടുക്കാവുന്നതാണ്. ഈ 4 ഘടകങ്ങളും കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ഭക്ഷണമാണ് അല്ലെ, അതായത് ആഹാരമാണ്. ഭക്ഷണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. മാംസാഹാരത്തെ അപേക്ഷിച്ച് സസ്യാഹാരം സുരക്ഷിതവും ശരീരത്തെ ഊർജ്ജസ്വലമാക്കുന്ന തരത്തിലുള്ള ഭക്ഷണമാണ്. നല്ല ആരോഗ്യത്തിനായി പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ധാരാളം കഴിക്കേണ്ടതാണ്. എണ്ണ പലഹാരങ്ങൾ, എരിവും പുളിയും ഒക്കെ അധികമുള്ള ഭക്ഷണവും ഫാസ്റ്റ് ഫുഡ് എന്നിവ അമിതവണ്ണം, രക്തസമ്മർദ്ദം, ഹൃദയരോഗം, പ്രമേഹം, ആമാശയവ്രണം, അർബുദം തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. നിത്യഭക്ഷണത്തിൽ പച്ചക്കറികൾ, പഴവർഗ്ഗം, പയറ്, തേൻ, തൈര്, പാല്, മോര് എന്നിവ ഉൾപ്പെടുത്തുന്ന വഴി ശാരീരിക ആവശ്യത്തിനായ ജീവകം, ധാതു പദാർത്ഥങ്ങൾ എന്നിവ ലഭിക്കുന്നു. കൃത്യമായ ഭക്ഷണക്രമം നാം പാലിക്കണം. അതായത് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ കഴിച്ചാൽ പോരാ. ഇത്ര മണിക്ക്, രാവിലെ ചിലപ്പോൾ 7 മണിക്ക് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ 8 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്നു, വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങൾ കഴിക്കുന്നു. അതുപോലെ തന്നെ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് മുൻപ് തന്നെ ഭക്ഷണം കഴിക്കേണ്ടതാണ്. രാത്രിയിലത്തെ ഭക്ഷണം നമ്മൾ കഴിക്കണം. എന്നാലാണ് നമ്മുടെ ആരോഗ്യം കൃത്യമായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. എന്നാലാണ് നമ്മുടെ ആരോഗ്യം നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണമൊക്കെ അതേപടി വയറ്റി കിടക്കുള്ളൂ. അത് ദഹിക്കില്ല, ശരിക്കും ദഹിക്കില്ല. ഇനി ദിനചര്യ എങ്ങനെയായിരിക്കണം? ദിനചര്യ എന്ന് പറയുന്നത്, ദിനചര്യയിൽ ഒരു വ്യക്തി ഏർപ്പെടുന്ന 3 തരത്തിലുള്ള പ്രവൃത്തികൾ ഉൾപ്പെടുന്നു. ഭക്ഷണം കഴിക്കുന്ന, പ്രവൃത്തികൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഇതിനെ ദിനചര്യ എന്ന് പറയുന്നു. ഇതിനർത്ഥം കാലത്തിനനുസൃതമായ ഭക്ഷണം കഴിക്കുകയും പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നാണ്. ഉഷ്ണകാലത്ത് ചെറിയ തോതിൽ എണ്ണയുള്ള ലഘുഭക്ഷണം, അതിൽ കൂടുതലും ദ്രാവകം രൂപത്തിൽ, ഉദാഹരണത്തിന് തൈര്, പഴങ്ങളുടെ നീര്, കഞ്ഞിയും പയർ എന്നിവ കഴിക്കാം. ശീതകാലത്ത് മധുരവും ഉപ്പും അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കാം. ഉദാഹരണത്തിന് പാൽ പദാർത്ഥങ്ങൾ, നെയ്യ്, ചോറ്, എണ്ണ പലഹാരം എന്നിവ. വസന്തകാലത്ത് എണ്ണ കുറവുള്ള ലഘുഭക്ഷണം, അതായത് ചോറും പയർവർഗ്ഗങ്ങളും. മഴക്കാലത്ത് സ്തംഭന, ഔഷധം, ഉപ്പ്, മധുരം തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഓരോ കാലത്തും ഓരോ കഴിക്കേണ്ട ഭക്ഷണങ്ങളും കൃത്യമായിട്ടുണ്ട്. നമ്മുടെ ചില പഴയ ആളുകൾക്കൊക്കെ അറിയായിരിക്കും അതൊക്കെ അവരെ നിന്നൊക്കെ കേട്ട് മനസ്സിലാക്കി, അതൊക്കെ മനസ്സിലാക്കി പഠിച്ചിരുന്ന് ആ രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ആരോഗ്യമുള്ളവരാകും. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായി രാവിലെ എഴുന്നേൽക്കേണ്ടതാണ്. ഉണരുന്നതിന് ശേഷം ആദ്യം ചെയ്യുന്നത് വെള്ളം കുടിക്കുക എന്ന പ്രവൃത്തിയാണ്. മലബന്ധത്തിനുള്ള ഉത്തമ ഹൃദയതയും ശരീരത്തിലെ ഉച്ഛിഷ്ടം നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നു. പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്ന 24 മണിക്കൂർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കൃത്യമായ സമയം ഉണ്ടായിരിക്കണം. ഇനി വിനോദത്തെ കുറിച്ചാണ് പറയുന്നത്, വിഹാരം അല്ലെ. ഇപ്പൊ എണ്ണ തേച്ച് കുളിക്കുന്നതൊക്കെ വളരെ കുറവാണ് അല്ലെ. എണ്ണ തേച്ച് കുളിക്കണം എന്നൊക്കെയാണ് പണ്ട് കാലത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെ കുറവാണ്. വിനോദം എന്ന് പറയുന്നത് എന്താണ്? വിഹാരം. വ്യായാമം ചെയ്യുന്നത്, രാവിലെ നടക്കാൻ പോകുന്നത് ഉത്തമ വിഹാരമാണ്. ഇത് ശരീരത്തെ ബലപ്പെടുത്തുന്നു. ഇത് ആരോഗ്യ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും ജോലി ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വ്യായാമം ചെയ്യുമ്പോൾ വിയർക്കുന്ന വഴി ശരീരത്തിലുണ്ടാകുന്ന വിഷവസ്തുക്കൾ ഒഴിവാകുന്നു. വ്യായാമം വിശപ്പുണ്ടാക്കാൻ സഹായിക്കുന്നു. ഹൃദയരോഗം, പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനായി വ്യായാമം സഹായിക്കുന്നു. വ്യായാമം ചെറുപ്പമായിരിക്കാൻ സഹായിക്കും. ഈ ശക്തിഹീനത ചെറുക്കുകയും ചെയ്യുന്നു. ശ്വസനം നല്ലപോലെ പ്രവർത്തിപ്പിക്കുന്നത് വഴി രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. പാട്ട് കേൾക്കുന്നത് നല്ലൊരു വിനോദമാണ്. ഓക്കെ, വിനോദം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നടത്തം, പാട്ട് കേൾക്കുക, ഇതൊക്കെ നല്ല രീതിയിലുള്ള വിനോദങ്ങളാണ് കേട്ടോ. ഇനി ചിന്ത എന്താണ്? ചിന്ത നല്ല രീതിയിലായതിനാൽ മാത്രമേ നമുക്ക് ശരിക്കും മാനസികാരോഗ്യം ഉണ്ടാവുകയുള്ളൂ. ചിന്ത, നല്ല മാനസികാരോഗ്യം വേണമെങ്കിൽ നല്ല ചിന്തകൾ ഉണ്ടായിരിക്കണം. മാനസികമായ ആരോഗ്യത്തിന് കൂടിയിരിക്കുന്ന വ്യക്തികൾ സംതൃപ്തരുള്ളവരും ബുദ്ധിപരമായ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നവരും, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ അത്യാഗ്രഹം ഉണ്ടായിരിക്കില്ല. ഭയം, ദേഷ്യം, അസൂയ, ഉത്കണ്ഠ, കുറ്റബോധം എന്നിവ കാണില്ല. നല്ല ചിന്തകളുള്ള വ്യക്തികൾ സമൂഹത്തിന് സുഹൃത്ത് ബന്ധങ്ങളുള്ളവരും മറ്റുള്ളവരുടെ ബഹുമാനത്തിന് അർഹരുമായിരിക്കും. ഓക്കെ, അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നല്ലൊരു മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ദിനചര്യയിൽ ശ്രദ്ധിക്കണം, വിനോദത്തിൽ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ചിന്തയിൽ ശ്രദ്ധിക്കണം. വിനോദം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ 24 മണിക്കൂറും TV കണ്ടിരുന്നു അത് വിനോദമാണെന്ന് വിചാരിക്കരുത്. അത് അത്തരത്തിലുള്ള ഒരു വിനോദം നമ്മളെ ഭയങ്കര സന്തോഷിപ്പിക്കില്ല. കാരണം നമ്മുടെ ആരോഗ്യത്തിന് അത് മോശമാണ്. അതുപോലെ തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു സന്തോഷം അത് തരുന്നില്ല. അതുപോലെ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ 24 മണിക്കൂർ, ഒരു 12 മണിക്കൂർ സിനിമ കാണാൻ, TV കാണുകയാണെങ്കിൽ അയ്യോ നമ്മുടെ സമയം മുഴുവൻ വെറുതെ കളഞ്ഞല്ലോ എന്നുള്ള ചിന്ത നമുക്കുണ്ടാവും അല്ലേ. നമുക്ക് എല്ലാവർക്കും ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ അല്ലേ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഒരു ശരാശരി ഒരു 80 വയസ്സ് വരെയൊക്കെ നമ്മൾ ജീവിച്ചു എന്ന് വിചാരിക്കാം. എങ്കിൽ പോലും അതിന്റെ പകുതി മണിക്കൂറുകളോളം നമ്മൾ ഉറങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ.
രാത്രി ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ട്. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ പല പല ആക്ടിവിറ്റീസിലാണ്. നമുക്ക് ജീവിക്കാനുള്ള സമയം വളരെ കുറവാണ് അല്ലേ? അപ്പോൾ അതിനുള്ള പല സമയവും നമ്മൾ സിനിമ കണ്ടോ ഒക്കെ കളയാതെ അതൊക്കെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. നല്ല നല്ല അനുഭവങ്ങൾ കുടുംബങ്ങളുമായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടും നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ ഇരുന്ന് നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞ് അവരുമായിട്ട് ഇടപഴകുന്നതിലൂടെ അല്ലെങ്കിൽ അവരുമായിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്നതിലൂടെയൊക്കെ നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള വിനോദങ്ങളായിരിക്കണം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇനി സമയം എങ്ങനെ ഉചിതമായിട്ട് ഉപയോഗിക്കുക, നമുക്ക് പലർക്കും അറിയത്തില്ലാത്ത കാര്യമാണ് അല്ലേ, സമയം എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ 24 മണിക്കൂർ എല്ലാവർക്കും, നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് മുതൽ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് വരെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ അല്ലേ. ആ 24 മണിക്കൂർ എങ്ങനെ നമ്മൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നു എന്നാണ് നമ്മുടെ സക്സസിന്റെ ഏറ്റവും ആധാരം. അല്ലെങ്കിൽ 24 മണിക്കൂർ നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ, ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ഉറപ്പാണ്. ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ രാവിലെ എവിടെയെങ്കിലും ജോലിക്ക് പോയി വന്നു കഴിഞ്ഞ് കുറേ നേരം ഭക്ഷണം കഴിച്ചു, കുറച്ച് നേരം സിനിമ കണ്ടു, TV കണ്ടിരുന്നു, എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം കിടന്നുറങ്ങി, പിന്നെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി, ഇങ്ങനെയാണ് നിങ്ങളുടെ ദിനചര്യയെങ്കിൽ നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവില്ല അല്ലേ. അതേസമയം നമ്മൾ നമ്മുടെ സമയം അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഊർജിതമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റും ഉണ്ടാവും, നമ്മുടെ സ്കില്ല് വളർത്താൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും. നമ്മുടെ സമയം വെറുതെ കളഞ്ഞു നമുക്കൊരിക്കലും ചിന്ത ഉണ്ടാവില്ല. ഇനി ഒരു ദിവസത്തിന് ശേഷം ദിവസത്തിലെ എല്ലാ പ്രവർത്തികളും ചെയ്തു തീർക്കാനായി 24 മണിക്കൂർ മാത്രമാണുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു സമയത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിൽ നമ്മൾ മിക്കപ്പോഴും പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്.